ഹരേ കൃഷ്ണ. എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ജീവിത വിജയത്തിനായിട്ടുള്ള 5 ഗീതാസൂത്രങ്ങൾ ഭഗവത്ഗീതയിൽ നിന്നും എന്ന ഈ കോഴ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിലുടനീളം ഒരുപാട് കുട്ടികൾ ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. എല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് കുട്ടികൾ രജിസ്റ്റർ ചെയ്തു. അവരുടെ എല്ലാ ഉത്സാഹത്തിന് വളരെ വളരെ നന്ദി. ഒരുപാട് പ്രയോജനം കുട്ടികൾക്ക് ലഭിക്കും ഈ 5 ദിവസത്തെ ഈ ഒരു കോഴ്സിലൂടെ. അന്നേരം പൊതുവേ കുട്ടികളൊക്കെ ഇതിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ആധ്യാത്മിക കാര്യങ്ങൾ, പഠിത്തം ഇതെല്ലാം വേറെ വേറെയല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു 5 ദിവസത്തെ കോഴ്സ് വളരെ വ്യത്യസ്തമാണ്. കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി ഈ 5 ദിവസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ ചിന്താഗതി, അവരുടെ ഓരോ പെരുമാറ്റം, അതിലൊക്കെ ഒരുപാട് മാറ്റം വരും. ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കണം. പാരൻസ് ഇത് കേട്ടിട്ട് അത് കുട്ടികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു കൊടുക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൽ എന്തെങ്കിലും കുറിച്ച് സംശയമുണ്ടെങ്കിൽ അതിലും ഇടാം. വളരെ രസകരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് ഇത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഇനിയുള്ള 1 മണിക്കൂർ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് യാത്രയാണ്. ഏതൊരു ലോകത്തേക്ക്? നമ്മൾ ഒരു രസകരമായിട്ടുള്ളൊരു യാത്രയാണ്. നമ്മുടെ ഇപ്പോഴത്തെ പഠിത്തം, നമ്മുടെ ഇപ്പോഴത്തെ ടെൻഷൻ അതെല്ലാം വിട്ട്, ലോക്ക്ഡൗൺ അതും ഇതും എല്ലാം മറന്നിട്ട് നമ്മൾ കുട്ടികളും പാരൻസും എല്ലാവരും കൂടെ ചേർന്നൊരു യാത്രയിലേക്കാണ്. ഈ യാത്രയിലൂടെ നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. വളരെ രസകരമായിട്ടുള്ള നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പൊതുവെ സ്കൂളിലൊക്കെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാറുള്ളത്? ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ബയോളജി ഇതൊക്കെയാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? ഇനി മുന്നോട്ട് പഠിച്ചതിന് ശേഷം എൻജിനീയറിംഗ് പഠിക്കും, ഡോക്ടറാകും. ഇതെല്ലാം പുറത്തുള്ള വിഷയങ്ങളെക്കുറിച്ചാണ്. പക്ഷേ നമ്മളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഈ 5 ദിവസങ്ങൾ. പക്ഷേ ഈ 5 ദിവസം കടിച്ചാൽ പൊട്ടാത്ത സംസ്കൃത പദങ്ങൾ അതൊന്നും ഉപയോഗിച്ച് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. കാരണം ഓൾറെഡി നിങ്ങൾ ക്ലാസ് റൂമിൽ ടീച്ചറിൻ്റെ ഓരോരോ ലെക്ചർ കേട്ട് വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണെന്ന് എനിക്കറിയാം. വളരെ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നല്ലതാണ്. എത്രത്തോളം നമ്മൾ ഇപ്പോൾ കഷ്ടപ്പെടുന്നോ അത്രത്തോളം മുന്നോട്ടുള്ള ജീവിതം നമ്മുടെ സക്സസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്? സ്ഥിരം നിങ്ങളുടെ ടീച്ചർ പഠിപ്പിക്കുന്ന അതേ പാഠമല്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരായിട്ട്, നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട്, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം കുറച്ചും കൂടെ ബെറ്ററായിട്ട് എങ്ങനെ ചെയ്യാം അതിനെക്കുറിച്ചാണ്. അന്നേരം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ടീച്ചറല്ല, ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. എൻ്റെ പേര് തന്നെ സുന്ദർ സഖ എന്നാണ്. സഖ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്. നല്ല ഫ്രണ്ടാണോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പക്ഷെ എന്തായാലും ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? നല്ലൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്യാം. ആ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനമുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ, അതായത് പഠിത്തത്തിൽ നിങ്ങൾക്ക് ആ പഠിത്തം കുറച്ചും കൂടെ എളുപ്പമാക്കി തരും അല്ലേ? കളിക്കാൻ മാത്രം നമുക്ക് പറ്റത്തില്ല, കാരണം നമ്മൾ പല സ്ഥലങ്ങളിലാണല്ലോ. നിങ്ങളെല്ലാവരും പല പല സ്ഥലങ്ങളിലും, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, പിന്നെ സ്വാമിയും കൂടാണ്. പക്ഷെ എന്നാലും പൊതുവെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പഠിത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിത്തം നന്നായെങ്കിൽ മാത്രമേ നിങ്ങൾ മുന്നോട്ട് വലിയ വലിയ ഉയർന്ന സ്ഥാനത്തെത്തും. നിങ്ങളുടെയൊക്കെ അച്ഛനമ്മമാർ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലേ? രാവും പകലും ഇല്ലാതെ എന്തുമാത്രം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശാണ് നിങ്ങൾക്ക് വേണ്ടി ട്യൂഷനും പഠിത്തത്തിനും വേണ്ടി ചിലവാക്കുന്നത്. അന്നേരം ആ ഒരു അച്ഛനും അമ്മയും അടുത്ത് നിങ്ങൾക്ക് ഒരുപാട് കടപ്പാടുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് മാതാ പിതാ ഗുരു ദൈവം. ഇതിൻ്റെ അർത്ഥം എന്താണ്? മാതാവിൽ നിന്നാണ്, ആ അമ്മയുടെ അനുഗ്രഹത്താലാണ് നമ്മൾ ഈ പ്രപഞ്ചം കാണുന്നത്. അമ്മയോട് നമുക്ക് എപ്പോഴും കടപ്പാടുണ്ടായിരിക്കും. അതുകൊണ്ട് നല്ലൊരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് അമ്മയുടെ തൃപ്പാദം തൊട്ട് തൊഴും. പറ്റുമെങ്കിൽ ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ എല്ലാ കുട്ടികളും അവരുടെ അമ്മയുടെ കാല് സ്പർശിച്ച് തൊട്ട് തൊഴുകണം. ഇത് ഒരുപാട് അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. പലപ്പോഴും കഠിനമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാവും അമ്മയുടെ ഒരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ. ആ അമ്മയിലൂടെയാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലെത്തുന്നത്. അതുകൊണ്ട് അമ്മയോടുള്ള കടപ്പാട് ഒരിക്കലും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
രണ്ടാമത്, അമ്മ നമ്മളെ കാണിച്ചു തരും ആരാണ് നമ്മുടെ അച്ഛൻ എന്ന്. അതാണ് പറയുന്നത് മാതാ പിതാ. അന്നേരം അമ്മയുടെ കാല് തൊട്ട് തൊഴുതതിന് ശേഷം എല്ലാ ദിവസവും അച്ഛൻ്റെ കാലും തൊട്ട് തൊഴുതണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അച്ഛനും അനുഗ്രഹിക്കും നമ്മളെ. അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബെനിഫിറ്റ്സും ബ്ലെസ്സിങ്സും കിട്ടും. അന്നേരം അമ്മയിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തിലെത്തുന്നു. അച്ഛനിലൂടെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്നേരം ഈ ഒരു എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കേൾക്കാൻ പറ്റുന്നവർ തമ്പടിക്കുക, ലൈക്ക് അടിക്കുക. അന്നേരം എനിക്ക് മനസ്സിലാവും എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. എല്ലാവരും ലൈക്ക് അടിക്കേണ്ട, 1-2 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന്. ഓഡിയോയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയുക, കമൻസിൽ അടിച്ചാൽ മതി. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അച്ഛനിലൂടെ അമ്മയിലൂടെ നമ്മൾ ഈ പ്രപഞ്ചത്തിലെത്തുന്നു. അച്ഛനിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാവും. അമ്മയും അച്ഛനും നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? നമുക്ക് നല്ലൊരു സ്കൂളിൽ നമ്മളെ എത്തിക്കും, ഏറ്റവും നല്ല ടീച്ചറിൻ്റെ അടുത്ത് നമ്മളെ എത്തിക്കും. ആ ടീച്ചറിനോട് നമുക്ക് ബഹുമാനം വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം മാതാ പിതാ ഗുരു. അന്നേരം ആ ഗുരു നമ്മളെ എന്ത് പഠിപ്പിക്കും? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ഉപജീവനത്തിനും നമ്മുടെ തൊഴിലിലും നമ്മുടേതായിട്ടുള്ള ഫീൽഡിൽ എക്സ്പേർട്ട് ആവാനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. അന്നേരം മാതാവിൻ്റെ, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ ലോകത്തിലെത്തും. അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തെക്കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കും. ഈ അമ്മയും അച്ഛനും കൂടെ ചേർന്ന് അവരുടെ അനുഗ്രഹത്താൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടീച്ചറിൻ്റെ അടുത്ത് നമ്മളെ എത്തിക്കും. ആ ടീച്ചർ നമ്മളെ എന്ത് ചെയ്യും? ആ ടീച്ചർ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പഠിപ്പിക്കും. ഇവർ 3 പേരുടെ അനുഗ്രഹത്താൽ ഒടുവിൽ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്തും, ദൈവത്തിൻ്റെ അടുത്തെത്തും. അതാണ് മാതാ പിതാ ഗുരു ദൈവം. ദൈവം എന്ന് പറയുന്ന ആരാണ്? നമ്മുടെ യഥാർത്ഥ അച്ഛനും യഥാർത്ഥ അമ്മയും. അതിൻ്റെ അർത്ഥം നമ്മുടെ ഇപ്പോഴത്തെ അച്ഛനും അമ്മയും ഡ്യൂപ്ലിക്കേറ്റ് എന്നാണോ? അല്ല. അതേ ഈശ്വരൻ്റെ പ്രതിനിധിയാണ് നമ്മുടെ അമ്മയും നമ്മുടെ അച്ഛനും നമ്മുടെ ഗുരുവും, നമ്മളെ പഠിപ്പിക്കുന്ന ആൾ. അന്നേരം ഭഗവാന്, ഈശ്വരന് എന്ത് ആദരവും സമ്മാനവും നമ്മൾ കൊടുക്കുന്നു, അതേ ആദരവും സമ്മാനവും തന്നെ നമ്മൾ ആർക്ക് കൊടുക്കണം? നമ്മുടെ അച്ഛനും അമ്മയ്ക്കും, നമ്മളെ പഠിപ്പിച്ചു തരുന്ന, വിദ്യ പറഞ്ഞു തരുന്ന ആ ഒരു ഗുരുവിനും കൊടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഫസ്റ്റ് ലെസൺ. ഇത് നമ്മുടെ വിനയത്വം നമ്മുടെ ഉള്ളിൽ വന്നില്ല എങ്കിൽ എന്ത് പഠിച്ചിട്ട് എന്ത് പ്രയോജനം? ഇന്നത്തെ കാലത്ത് പല കുട്ടികളും നമ്മൾ കാണാറുണ്ട്. അച്ഛൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ കുട്ടികൾ അങ്ങോട്ട് പോകും. അച്ഛനെ പല രീതിയിലും തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കും. ഇതൊക്കെ വലിയ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കും. അതൊന്നും വലിയ കാര്യമല്ല. ഇതൊക്കെ മുന്നോട്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നമ്മുടെ ബുദ്ധി വികസിക്കത്തില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ പറ്റത്തില്ല. എല്ലാം അച്ഛനമ്മമാർ വിഷമിക്കുമ്പോൾ, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർമാർ വിഷമിക്കുമ്പോൾ ഭഗവാന് വിഷമമാവും. ഭഗവാന് വിഷമാവുമ്പോൾ എന്താ പറ്റും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും കൂടുതൽ ബുദ്ധിമുട്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും, കൊച്ചു കൂട്ടുകാരും വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയിരിക്കുക. മാതാ പിതാ ഗുരു ദൈവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാന് എന്ത് റെസ്പെക്റ്റ് കൊടുക്കുന്നു? അല്ലാതെ അച്ഛനമ്മമാർക്കും റെസ്പെക്റ്റ് കൊടുക്കാറില്ല, ടീച്ചറിന് റെസ്പെക്റ്റ് കൊടുക്കാറില്ല. എന്നിട്ട് പരീക്ഷയുടെ തലേന്ന് അമ്പലത്തിൽ ചെന്നിട്ട് ഭഗവാനോട് പറയാം, ഭഗവാനേ നാളത്തെ പരീക്ഷയെല്ലാം എളുപ്പമാക്കി തരണേ, പരീക്ഷയിൽ പാസ്സാവണേ. നടക്കുമോ? ഭഗവാൻ വിചാരിക്കും പഠിച്ചില്ല. അതും പോട്ടെ, അച്ഛനും അമ്മമാർ പറയുന്നത് കേൾക്കുന്നുമില്ല. അതുകൂടാതെ ടീച്ചറിനെതിരെ ഓരോ കൂട്ടുകാരോടും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എങ്ങനെയാണ് ഭഗവാൻ അനുഗ്രഹിക്കുന്നത്? പക്ഷെ അതേ സമയത്ത് അമ്മ പറയുന്നത് പോലെ കുട്ടികൾ കേൾക്കുന്നു, അച്ഛൻ പറയുന്ന പോലെ കുട്ടികൾ കേൾക്കുന്നു, ടീച്ചറിനെയും ബഹുമാനിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ഈശ്വരനോട് ചെന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, എല്ലാം സക്സസ്ഫുള്ളാണ്. ഇത് ഫസ്റ്റ് ലെസണാണ്. ഇത് ഗീതാസൂത്രം തുടങ്ങിയിട്ടില്ല, ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഗീതാസൂത്രങ്ങൾ തുടങ്ങാം. എല്ലാവരും റെഡിയായില്ലേ? എല്ലാം റെഡിയാണോ? ഓക്കെ, നമ്മളിനി ഇന്നത്തെ ഗീതാസൂത്രം തുടങ്ങാം. 5 ദിവസത്തിലാണ് ഈ ക്ലാസ് നടക്കാറുള്ളത്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഓരോ മെസ്സേജും വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക. കണ്ണ് തുറന്ന് ക്ഷമയോടുകൂടി ഓരോ വാക്കുകളും എന്താണ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു വായിക്കുക.
എന്നിട്ട് ഓരോ ഓഡിയോയും ചെവി തുറന്ന് കേൾക്കുക. ഹൃദയം അവിടെ തന്നെ ആയിരിക്കണം, മനസ്സും അവിടെ തന്നെ ആയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് ഓരോ മെസ്സേജും കേൾക്കുക. ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 5 ദിവസമാണ് നമ്മുടെ ഈ കോഴ്സ് നടക്കുന്നത്. ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ഇന്ന് 6 മണി മുതൽ നമ്മുടെ കോഴ്സ് തുടങ്ങി 7 മണി വരെ നമ്മുടെ കോഴ്സ് നടക്കും. ഈ 7 മണി വരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് നാളെ രാവിലെ 9 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരും. ഇപ്പം കുറച്ച് മുന്നേ ഒരു അമ്മ വിളിച്ചിട്ട് പറയുകയാണ്, ഇന്ന് രാത്രി 9 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്ന അതേ സമയത്ത് തന്നെ കുട്ടിക്ക് വേറൊരു പരീക്ഷയാണ്. എനിക്കറിയാം, ഇതെല്ലാം ഒരുപാട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഓഫീസിലെ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ഇടയിലാണ് കുട്ടികളുടെ സ്കൂള് പരീക്ഷ, അതിൻ്റെ ഇടയിലാണ് ഒരു പുതിയ പരീക്ഷ. എനിക്കറിയാം, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയിലാണ്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇന്ന് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അങ്ങനെ തന്നെ അവിടെ ഇരിക്കും. എപ്പോൾ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. അച്ഛനമ്മമാർക്കും കാണാം. ഇതെല്ലാം കേട്ടതിന് ശേഷം, നല്ലപോലെ കേട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? അത് വീണ്ടും വീണ്ടും കേട്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഓഡിയോ എല്ലാം നല്ലപോലെ കേട്ടതിന് ശേഷം നാളെ രാവിലെ 9 മണിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് ഈ ഒരു കോമ്പറ്റീഷൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതാണ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ വായിച്ച് ടെൻഷൻ എടുക്കാതെ ഓരോ ചോദ്യത്തിനും അനുയോജ്യമായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മുടെ കൂട്ടുകാർ എഴുതേണ്ടതാണ്. ഓരോ ചോദ്യത്തിനും കുറഞ്ഞ പക്ഷം 2 പോയിന്റെങ്കിലും എഴുതണം. ആ 2 പോയിന്റ് വിശദീകരിക്കുകയും വേണം. അതിന് അനുയോജ്യമായിട്ടുള്ളത് എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഉത്തമം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 മാർക്ക് ഒരു ചോദ്യത്തിന് കിട്ടുന്നത്. അങ്ങനെ 10 ചോദ്യം ഉണ്ടായിരിക്കും. ഈ 10 ചോദ്യത്തിനും കറക്റ്റായിട്ട് ഉത്തരങ്ങൾ എഴുതുന്ന കുട്ടികൾക്ക് ആകർഷകമായിട്ടുള്ള നല്ല സമ്മാനങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞ് ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് 5000 രൂപ ക്യാഷ് പ്രൈസാണ്. സെക്കൻഡ് പ്രൈസ് 3000 രൂപയാണ്. തേർഡ് പ്രൈസ് 2000 രൂപയാണ്. ഇതുകൂടാതെ 10 കുട്ടികൾക്ക് 500 രൂപ വെച്ചിട്ടുള്ള കോൺസലേഷൻ പ്രൈസസുമാണ്. ഇതിനെക്കുറിച്ചുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ 31st ഈ വർഷം തീരുന്നതിൻ്റെ അതേ ദിവസം ഇയർ എൻഡിങ്ങിനാണ് നടക്കുന്നത്. വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ. നല്ല അട്രാക്റ്റീവ് പ്രോഗ്രാം ആയിരിക്കും അന്നത്തെ ദിവസം. ഫിലിം ആക്ടറായിട്ടുള്ള നമ്മുടെ ദിനേശ് പണിക്കർജി വന്ന് വരുന്നുണ്ട്. അന്നേരം നല്ല ഒരു പ്രോഗ്രാം ആയിരിക്കും. എല്ലാ കുട്ടികൾക്കും അന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികളൊക്കെ നടക്കും. അന്നേരം നമുക്ക് ഇന്നത്തെ തുടങ്ങാം. എല്ലാവരും റെഡിയായിരുന്നല്ലോ? ശ്രദ്ധയോടുകൂടി കേൾക്കണം ഇനി പറയുന്ന ഓരോ കാര്യങ്ങളും. ഓക്കെ? അന്നേരം നമ്മൾ ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ പൊതുവെ ആധ്യാത്മികപരമായിട്ട് നമ്മൾ എന്തൊരു കാര്യം തുടങ്ങിയാലും പ്രാർത്ഥന വെച്ച് തുടങ്ങണം. നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പേ പ്രാർത്ഥന ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ പരിശ്രമിക്കണം. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിലേ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തും. നമ്മൾ മാക്സിമം ഓടും. ചിലപ്പം ഫിനിഷിംഗ് ലൈനിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ തളർന്നു പോകുന്നത്. അന്നേരം ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പരിശ്രമിക്കുകയും വേണം. ഭഗവാനോട് പ്രാർത്ഥനയും ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കദാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതാം സഗണാ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം. ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണാ ലലിതാ ശ്രീവിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി
വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. ഈ പ്രാർത്ഥന കേട്ടിട്ട് ഭയപ്പെടേണ്ട, ഇതിനെക്കുറിച്ച് ചോദ്യമില്ല. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, അതിൽ നിന്ന് ചിലപ്പം ചോദിക്കും, പറയാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തും വരാം. ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൂട്ടുകാരെല്ലാവരും കേൾക്കണം. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. പൊതുവെ ക്ലാസ്സിൽ നമ്മൾ പല കാര്യങ്ങളും പഠിക്കാറുണ്ട്. അതായത് നല്ലൊരു സയൻറ്റിസ്റ്റ് പല റിസർച്ച് ചെയ്തിട്ടും പറഞ്ഞത് എന്താണെന്നറിയാം, പഠിപ്പിക്കുന്നതിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് പകുതിയാണെന്നാണ് പറയുന്നത്. ഇപ്പം 100 കാര്യങ്ങൾ പറയുമ്പോൾ 50 കാര്യങ്ങളെ നമ്മൾ ആക്ച്വലി കേൾക്കാറുള്ളൂ. ഈ 50 കാര്യങ്ങളിൽ നിന്ന് 25 കാര്യങ്ങളെ നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാവാറുള്ളൂ. ഈ 25 കാര്യങ്ങളിൽ നിന്ന് 12.5 കാര്യങ്ങളെ നമ്മൾ ആക്ച്വലി അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കാറുള്ളൂ. അതൊന്ന് ആലോചിച്ച് നോക്ക്. വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടി, കാരണം നമ്മുടെ കൂട്ടുകാർ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. കാരണം ഇപ്പോൾ ഓൺലൈനാണ്, നമ്മുടെ ക്ലാസ്സിലൊന്നും പോകാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങി കളിക്കാൻ പറ്റുന്നില്ല, ആ കൂടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രസകരവും അട്രാക്റ്റീവായിട്ട് ഇരുത്താൻ വേണ്ടി, ഒരു ഗെയിം കളിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഈ 5 ദിവസത്തെ ക്ലാസ് ഓർക്കാൻ വേണ്ടി നല്ലൊരു ഫോർമുലയും കൂടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പാർത്ത്, PARTH. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. PARTH. ഇതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ 5 ദിവസം ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ ഈസിയാണ്. ഇത് പാർത്ത് എന്ന് പറയുന്ന ആരുടെ പേരാണ്? അർജുനന് ഒരുപാട് പേരുകളുണ്ട്, പ്രധാനപ്പെട്ട 10 പേരുകളുണ്ട്. അതിൽ ഒരു പേരാണ് പാർത്ത് എന്ന് പറഞ്ഞ പേര്. നമുക്കെല്ലാവർക്കും അറിയാം, ഭഗവത്ഗീത 18 അധ്യായങ്ങളുണ്ട്, 700 ശ്ലോകങ്ങളുണ്ട്. ഈ ഭഗവത്ഗീത ആരോട് പറഞ്ഞതാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ്. കാരണം എന്തു പറ്റി? അർജുൻ യുദ്ധകളത്തിൽ വന്നപ്പോൾ ഗാണ്ഡീവം പൊങ്ങുന്നില്ല. ഈ യുദ്ധക്കളം മഹാഭാരതം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാവത്തില്ല. കുറച്ചും കൂടി ഈസി ആയിട്ട് പറയാം. അർജുൻ എന്ന് പറയുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. ആ കുട്ടി പരീക്ഷയിലെത്തുകയാണ്, എക്സാം സെൻറ്ററിൽ. എക്സാം സെൻറ്ററിൽ എത്തി, എക്സാമിനേഷൻ ക്ലാസ് റൂമിലൊക്കെ എത്തി. എന്നിട്ട് അവിടെ ആ ക്ലാസ് റൂമൊക്കെ കണ്ടപ്പോഴത്തേക്ക് കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയതോടുകൂടി പകുതി ജീവനും പോയി. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് പല പല ഇമോഷണൽ സീൻസ് ഓർമ്മ വരുവാണ്. കണ്ടിട്ടുള്ള ഫിലിംസിൻ്റെ സാഡ് സീൻസൊക്കെ ഓർമ്മ വരുവാണ്. കണ്ടപ്പോൾ അവിടെ എല്ലാം ഒരു അവാർഡ് ഫിലിമിൻ്റെ അന്തരീക്ഷം മാതിരി തോന്നുകയാണ്. എന്നിട്ട് വളരെ പ്രിയപ്പെട്ട് വളരെ സ്നേഹത്തോടുകൂടി അച്ഛനമ്മമാരും പൂജിച്ച് തന്ന ആ പേന, ഗാണ്ഡീവമാകുന്ന ആ പേന കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. കൈയൊക്കെ അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങുകയാണ്. ആകെ കൂടെ ഒരു വേർപ്പും. ഒന്ന് ആലോചിച്ച് നോക്കും, ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ എന്തായിരിക്കും? ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി, പക്ഷെ എഴുതാൻ പറ്റുന്നില്ല, പഠിച്ചതൊന്നും ഓർമ്മയിൽ വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ടീച്ചർ അവിടെ വന്നിട്ട് നിങ്ങളുടെ തോളയിൽ കൈയൊക്കെ വെച്ചിട്ടൊന്ന് പറയുവാണ്, എന്താ അർജുന ഇങ്ങനെ ഇരിക്കുന്നത്? എന്തു പറ്റി നിനക്ക്? നീ ഏറ്റവും വലിയ ബുദ്ധിമാനായിരുന്നു, ഇപ്പം വിഡ്ഢിയെ പോലെ എന്താണ് സംസാരിക്കുന്നത്? വിഡ്ഢിയെ പോലെ എന്താ ഇരിക്കുന്നത്? ഇതാണ് ഭഗവത്ഗീതയിൽ നടന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ നല്ലപോലെ എല്ലാം പഠിച്ചു. പരീക്ഷക്കളമാണല്ലോ നമ്മുടെ യുദ്ധക്കളം, അല്ലേ? നമ്മൾ എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ടാലൻറ്റ് അവിടെ പ്രൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കൈ വരുമ്പോൾ എല്ലാം മറന്നു പോകും. പല ആൾക്കാർക്കും അങ്ങനെ അനുഭവം ഉണ്ടെന്നറിയാം.
അന്നേരം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കാനുള്ള ഫോർമുലാസാണ് ഈ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പോലും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഞാൻ ഗ്യാരണ്ടി തരുന്നു. അന്നേരം പാർത്ത് എന്ന ആ ഒരു ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഏത് കോമ്പറ്റീഷനിലും പതറാതെ നല്ല എക്സൈറ്റിംഗ് ആയിട്ട് നിങ്ങളുടെ എല്ലാ കഴിവിൻ്റെ മാക്സിമം നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. അന്നേരം ഈ പാർത്ത് എന്ന് പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം പൃഥ എന്ന വേർഡിൽ നിന്നാണ് വരുന്നത്. പൃഥ എന്ന് പറയുന്നത് ആരാണ്? കുന്തി ദേവിയുടെ വേറെ ഒരു പേരാണ് പൃഥ എന്ന് പറയുന്നത്. ഈ കുന്തി ദേവി എന്ന് പറയുന്നത് ആരാണ്? അർജുൻ്റെ അമ്മയാണ് കുന്തി ദേവി എന്ന് പറയുന്നത്. അന്നേരം പണ്ടൊക്കെ വൈദിക സംസ്കാരത്തിൽ ഓരോ വ്യക്തികളെയും അറിയപ്പെട്ടിരുന്നത് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു വ്യക്തിയുടെ പ്രവൃത്തി അത്രയ്ക്ക് ശ്രേഷ്ഠമായതുകൊണ്ട് അവരുടെ അച്ഛനെയും അമ്മയും എല്ലാവരും ഓർക്കും. അന്നേരം എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കീർത്തി കൊണ്ടുവരും, അല്ലെങ്കിൽ അപകീർത്തി ഉണ്ടാക്കി തരും. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങൾ, നമ്മൾ ക്ലാസ്സിൽ എങ്ങനെ പെരുമാറുന്നു, ഓരോ കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നു, വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ മുതിർന്നവരോടും ഓരോ വ്യക്തികളോടും എങ്ങനെയൊക്കെ പെരുമാറുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു, ഇതൊക്കെ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നല്ല പേര് സമ്പാദിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ദുഷ്പേര് സമ്പാദിച്ചു കൊടുക്കാനും പറ്റും. അന്നേരം ഇത്രയൊക്കെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടി നമ്മൾ ദുഷ്പേര് സമ്പാദിച്ചു കൊടുക്കുന്നത് നല്ലതാണോ? അങ്ങനെ ആവരുത്. അർജുനെ കണ്ടില്ലേ? ഇത്രയും യുദ്ധക്കളത്തിൽ ഇരിക്കുമ്പോഴും അർജുനെ ഭഗവാൻ വിളിക്കുന്നത് എന്താണ്? പാർത്ത്, നീ പൃഥയുടെ മകനല്ലേ? എന്നിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതായത് ആ അർജുൻ്റെ പ്രവൃത്തി അത്രയ്ക്ക് ശ്രേഷ്ഠമാണ്. ആ ശ്രേഷ്ഠമായിട്ടുള്ള പ്രവൃത്തി കണ്ടിട്ട് ആ ഒരു അർജുൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഓർക്കും. പാണ്ഡവനാണ് അർജുൻ, പാണ്ഡുവിൻ്റെ മകൻ. അന്നേരം അതേപോലെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം, ഇതെല്ലാം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു പേര് സമ്പാദിച്ചു കൊടുക്കുന്ന രീതിയിലായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാ കൂട്ടുകാരും ഓർത്തിരിക്കുക. അന്നേരം പാർത്ത് എന്ന പേരെന്ന് പറയുന്നത് അർജുൻ്റെ പേരാണ്, പൃഥയുടെ മകൻ. അന്നേരം ഈ ഒരു പേര് നിങ്ങൾ ഓർത്തിരിക്കുക, പാർത്ത്. അന്നേരം ഈ 5 ദിവസം നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ? പാർത്ഥ സാരഥി ക്ഷേത്രം, പാർത്ഥൻ്റെ സാരഥി ഉള്ള ക്ഷേത്രം. സാരഥി എന്ന് പറയുന്ന ആരാണ്? കൃഷ്ണൻ. പാർത്ഥൻ്റെ സാരഥിയായിട്ടുള്ള വന്നിട്ടുള്ള ഭഗവാൻ വസിക്കുന്ന സ്ഥലം, അതാണ് പാർത്ഥ സാരഥി ക്ഷേത്രം. അന്നേരം പാർത്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ. അന്നേരം ഓർത്തിരിക്കുക, പാർത്ത്, PARTH. ഈ ഒരു വാക്കിനെ കുറിച്ചാണ് നമ്മൾ 5 ദിവസം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? PARTH അല്ലേ? PARTH 5 അക്ഷരങ്ങളാണുള്ളത്. PARTH. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് Pയെ കുറിച്ചും, നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത് Aയെ കുറിച്ചും, അതിൻ്റെ പിറ്റേന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് Rനെ കുറിച്ചും, അതിൻ്റെ പിറ്റേന്ന് Tയെ കുറിച്ചും, അതിൻ്റെ പിറ്റേന്ന് Hനെ കുറിച്ചുമാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് ഞാൻ കഷ്ടപ്പെട്ട് ഒരു സൂത്രം റെഡിയാക്കിയിരിക്കുകയാണ്. കാരണം ഭഗവത്ഗീതയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഒട്ടും സമയമില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കായിട്ട് ഈ കൂട്ടുകാരൻ വളരെ കഷ്ടപ്പെട്ട് 5 വളരെ രസകരമായിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുകയാണ്. ഈ 5 ടിപ്സ് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾ സക്സസ്ഫുൾ ആവും. ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അന്നേരം ഇന്നത്തെ ദിവസം നമ്മൾ Pയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ചർച്ച ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് നാളെ രാവിലെ 9 മണിക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ അതിനെക്കുറിച്ച് അറിയാം, അതൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നത്. ഇത് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരു സംശയമുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതിനുമായിട്ട് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം മാത്രം ചോദിക്കുക, അത് ഒരിക്കലും പറഞ്ഞു തരത്തില്ല. പക്ഷേ
ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വാട്സപ്പ് ഗ്രൂപ്പിലിടാം. ഓക്കെ, അന്നേരം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം ഏതാണ്ട് 6:25 ആദ്യത്തെ ദിവസമല്ലേ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അതൊന്നും പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. അഥവാ എന്തെങ്കിലും അർജൻറ്റ് വർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയാലും കുഴപ്പമില്ല. പക്ഷേ ലൈവായിട്ട് കേൾക്കുന്നത് ഏറ്റവും ഉത്തമമാണ്, അത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഈ ക്ലാസ് ഇവിടെ തന്നെ ഇരിക്കും, എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, അന്നേരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പിയെ കുറിച്ചാണ്. എന്താണ് പിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പി വെച്ച് ഏതൊക്കെ വാക്കുകളുണ്ട്? പല പല വാക്കുകളുണ്ട്. പക്ഷേ ഈ പിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്നറിയോ? എപ്പോഴും ലൈഫിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. എന്താണ് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? പൊതുവേ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലും നിങ്ങളുടെ ക്ലാസ്സിലും നിങ്ങൾ പല പല വ്യക്തികളെയും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ടീച്ചർ പുതിയതായിട്ടൊരു വിഷയം പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടി പറയുവാണ്, ഇതൊക്കെ മനസ്സിലാവാത്ത കാര്യമാണ് കേട്ടോ, എന്തിനിതൊക്കെ പഠിപ്പിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ പറഞ്ഞ് ഒരു കുട്ടി തുടങ്ങുന്നു, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ. ഇനി വേറൊരു കുട്ടി എന്താണ് പറയുന്നത്? വെരി ഗുഡ്, ഇത് പുതിയൊരു കാര്യം ഞാൻ പഠിക്കാൻ പോവുകയാണ്. രണ്ടുപേരും സ്റ്റുഡൻസാണ്, ഒരേ ക്ലാസ് റൂമിലുള്ള ആളാണ്. ടീച്ചർ രണ്ടുപേരെയും ഒരേപോലെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഒരു കുട്ടി പറയുവാണ്, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ, ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ. മറ്റു കുട്ടി എന്താണ് പറയുന്നത്? ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. രണ്ടുപേരും തമ്മിൽ വ്യത്യാസം എന്താണ്? ഒരാൾക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും മറ്റൊരാൾക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുമാണ്. മനോഭാവം എന്ന് പറയും. ആദ്യത്തെ കുട്ടിക്ക് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും രണ്ടാമത്തെ കുട്ടിക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അന്നേരം നമ്മുടെ ജീവിത വിജയത്തിന് ആദ്യം വേണ്ടുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരുപാടൊന്നും നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, വളരെ കഷ്ടപ്പെട്ട് നമ്മൾ മാക്സിമം പരിശ്രമിച്ചു പഠിക്കാനായിട്ട്. ഇനി എക്സാം സെൻറ്ററിലെത്തി, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി. ഇനി നമ്മൾ നെഗറ്റീവ് ചിന്തിക്കാൻ തുടങ്ങും. ഒരുപാടൊന്നും പഠിക്കാൻ പറ്റിയില്ല, എന്തെഴുതുവാവോ, ഇത് തെറ്റുമോ, ഇത് ശരിയാവോ, എത്ര മാർക്സ് കിട്ടും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പലപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ, ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, കർമ്മണേവാധികാരസ്ഥേ മാ ഫലേഷു കദാചന. പേടിക്കണ്ട, ശ്ലോകം കേട്ടിട്ട് പേടിക്കണ്ട, ഈ ശ്ലോകം എഴുതാൻ ആരും ചോദിക്കത്തില്ല. കർമ്മം ചെയ്യാനുള്ള അധികാരം മാത്രമേ നിങ്ങൾക്കുള്ളൂ, കർമ്മഫലത്തെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഈ ശ്ലോകം പറയുവാണെങ്കിൽ, ഡു യുവർ ബെസ്റ്റ്, ലീവ് ദ റെസ്റ്റ്. നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ മാക്സിമം ചെയ്യുക, ബാക്കിയുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. പക്ഷെ നമ്മൾ എപ്പോഴും എന്താണ് ചിന്തിക്കുന്നത്? റിസൾട്ട് എന്താവും. പരീക്ഷ എഴുതാൻ തുടങ്ങിയിട്ടില്ല, പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. അന്നേരം പിന്നെ റിസൾട്ടിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? നമ്മൾ മാക്സിമം പഠിക്കാൻ ശ്രമിച്ചു, ഒരുപാടൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മാക്സിമം. പക്ഷെ പരീക്ഷ പഠിക്കേണ്ട സമയത്ത് കളിക്കാൻ പോയിട്ട് കാര്യമില്ല കേട്ടോ. നല്ലപോലെ പഠിക്കണം, നല്ലപോലെ മാക്സിമം ശ്രമിക്കണം. TV ഒന്നും കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നാളെ പരീക്ഷ അടുത്തിരിക്കുമ്പോൾ നമ്മൾ TV ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നല്ലപോലെ ഇരുന്ന് പഠിക്കണം. നല്ലപോലെ പഠിച്ചു, ക്ലാസ് റൂമിൽ പരീക്ഷാ സെൻറ്ററിലെത്തി. പക്ഷെ പരീക്ഷാ സെൻറ്ററിൽ എത്തിയതിന് ശേഷവും പിന്നെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കഴിവിൻ്റെ പരമാവധി എത്രത്തോളം എഴുതാൻ പറ്റുന്നോ അത്രത്തോളം എഴുതണം. എന്നിട്ട് ബാക്കിയെല്ലാം ഡോണ്ട് വറി. ഡു യുവർ ബെസ്റ്റ്, ലീവ് ദ റെസ്റ്റ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുക, ബാക്കിയുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇതാണ് ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. അന്നേരം പൊതുവെ നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിലോ ചിലപ്പോൾ എന്ത് പറ്റും, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യും. അന്നേരം അച്ഛനമ്മമാർ നമ്മളെ വഴക്ക് പറയും. അതോടുകൂടി നമ്മുടെ മൂടങ്ങ് പോകും. എന്താണ് അച്ഛൻ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നത്, അമ്മ എന്താണ് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നത്, അപ്പുറത്തെ കുട്ടി ഇങ്ങനെ ചെയ്യുന്നു, ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ മാത്രം ഇങ്ങനെ. അതൊക്കെ അച്ഛനും അമ്മമാർ പറയുന്നത് എന്തിനു വേണ്ടിയാണ്?
നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് ദയവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടൻ്റാണ്. അന്നേരം ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നല്ല കുട്ടികൾ എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും പോസിറ്റീവായിരിക്കും. അച്ഛനമ്മമാർ എന്ത് വഴക്ക് പറഞ്ഞാലും എൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ. അമ്മ വഴക്ക് പറയും, ചിലപ്പോൾ അടിക്കും. അതൊക്കെ സ്നേഹം കൊണ്ട് അടിക്കുന്നതാണ്. അതൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കാൻ പാടില്ല, പോസിറ്റീവായിട്ട് എടുക്കണം. അന്നേരം ഏതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോഴും ഏതൊരു സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് പോസിറ്റീവാകാം, നെഗറ്റീവാകാം. തീരുമാനിക്കുന്ന ആരാണ്? നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇനി കുറച്ചും കൂടെ ഒരു ബെറ്റർ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഗ്ലാസ് നിങ്ങളുടെ മുന്നിലുണ്ട്. സങ്കല്പിക്കുക, ഇപ്പോൾ ഒരു ഗ്ലാസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ ഗ്ലാസ്സിൽ ഞാൻ വെള്ളം ഒഴിച്ചു. പകുതി വെള്ളമേ ഒഴിച്ചുള്ളൂ, മുഴുവൻ ഗ്ലാസ് കംപ്ലീറ്റ് ആയില്ല. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഗ്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ്, ഇതിൽ പകുതി വെള്ളമുണ്ട്. വേറൊരാൾ പറയുകയാണ്, ഇതിൽ പകുതി വെള്ളമേ ഉള്ളൂ. രണ്ടും കറക്റ്റാണ്. പക്ഷെ രണ്ടു പേരുടെയും ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്. ആദ്യത്തെ ആൾ എന്താണ് പറഞ്ഞത്? പകുതി വെള്ളമുണ്ട്. രണ്ടാമത്തെ ആൾ എന്താണ് പറയുന്നത്? പകുതി വെള്ളമേ ഉള്ളൂ. ആ ഒരു രണ്ടാമത്തെ വാക്കിൽ ചെറുതായിട്ടൊരു നെഗറ്റീവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഇതാണ് പ്രശ്നം. അന്നേരം ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ അർജുൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നോക്കാം. അർജുൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ? അർജുൻ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെയാണ് അർജുൻ ഇത്രയും സക്സസ്ഫുൾ ആകാൻ പറ്റിയത്. ഇനി നമ്മൾ വിചാരിക്കും, ഇത്രയും പോസിറ്റീവായിട്ടും പിന്നെ ഭഗവത്ഗീതയുടെ ആവശ്യം എന്തിനായിരുന്നു അർജുന് വന്നത്? നമുക്ക് ഭഗവത്ഗീത തരാൻ വേണ്ടിയാണ് അർജുൻ അങ്ങനെയൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ നെഗറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം ഭഗവാൻ ഒരുക്കി കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഭഗവത്ഗീത കിട്ടുമായിരുന്നോ? ഒരിക്കലും കിട്ടത്തില്ല. അന്നേരം അർജുൻ്റെ ജീവിതത്തിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ ചിന്തിക്കാം. കുട്ടിക്കാലത്ത് നിങ്ങൾ പലപ്പോഴും കേട്ട കാര്യമായിരിക്കും, ഇപ്പോഴും പലപ്പോഴും കേട്ട കഥയായിരിക്കും. അർജുൻ്റെ കുട്ടിക്കാലത്ത് ഗുരുകുലത്തിൽ എത്തിയപ്പോൾ അർജുൻ്റെ ഗുരു ആരാണ്? ദ്രോണാചാര്യൻ. ദ്രോണാചാര്യൻ ഒരു മരക്കൊമ്പിലുള്ള ഒരു തത്തയെ കാണിച്ചിട്ട്, തത്തയുടെ ഒരു കളിപ്പാട്ടമായിരുന്നു, ഒറിജിനൽ തത്തയല്ല, തത്തയുടെ ഒരു കളിപ്പാട്ടം കാണിച്ചതിന് ശേഷം ആ തത്തയെ കാണിച്ചിട്ട് ദ്രോണാചാര്യർ ഓരോരോ ശിഷ്യരോടും പറഞ്ഞു, ആ കിളിയുടെ, ആ കളിപ്പാട്ടമാകുന്ന ആ കിളിയുടെ കണ്ണിൽ അമ്പ് ചെയ്യുക എന്ന് പറഞ്ഞു, ഉന്നം പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോരോ ശിഷ്യരും വന്ന് ഉന്നം പിടിക്കാൻ നോക്കി. അന്നേരം ദ്രോണാചാര്യ ചോദിച്ചു, മകനെ നിനക്ക് എന്തൊക്കെ കാണാൻ പറ്റാം? അന്നേരം ഉടനെ ഓരോ ആൾക്കാർ പറഞ്ഞു, എനിക്ക് മരം കാണാൻ പറ്റും, പഴങ്ങൾ കാണാൻ പറ്റും. ഉടനെ ദ്രോണാചാര്യ പറഞ്ഞു, അമ്പ അയക്കണ്ട, മാറിക്കോളും പറഞ്ഞു. അന്നേരം എന്തായി? ഫെയിലായി. അങ്ങനെ ഓരോരോ വ്യക്തികളോടും ചോദിച്ചു. പല ആൾക്കാരും പറഞ്ഞു, എനിക്ക് ചക്ക കാണാൻ പറ്റും, മാങ്ങ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആ കുരങ്ങനെ കാണാൻ പറ്റും, അതൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഓരോ വ്യക്തികളും തോറ്റു, എല്ലാവരും തോറ്റു, ആർക്കും അവസരം ലഭിച്ചില്ല. അന്നേരം അർജുനെ വിളിച്ചിട്ട് അർജുനോട് ചോദിച്ചു, അർജുന നിനക്ക് എന്തൊക്കെ കാണാൻ പറ്റും? അർജുൻ പറഞ്ഞു, എനിക്ക് ആ കിളിയെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ദ്രോണാചാര്യർ പറഞ്ഞു, കിളിയെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ? ആക്ച്വലി ഇപ്പം കിളിയെ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അന്നേരം പറഞ്ഞു, എന്താണ്? അല്ല, എനിക്കിപ്പോൾ ആ കിളിയുടെ തല മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഓ ശരി. ഇനി അന്നേരം പറഞ്ഞു, ഇപ്പം എനിക്ക് ആ തലയും കാണാൻ പറ്റുന്നില്ല. അത് പറഞ്ഞു, അതെന്താണ്? എനിക്ക് ആ കണ്ണ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതാണ് ഫോക്കസ്, ഇതാണ് കോൺസെൻട്രേഷൻ. ഇതിൻ്റെ അർത്ഥം ബാക്കിയുള്ള എല്ലാവരും കണ്ടതുപോലെ അർജുനൊന്നും കാണുന്നില്ല എന്നാണോ? എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അർജുൻ ഫിൽട്ടർ ചെയ്തിട്ട് വേണ്ടാത്ത കാര്യങ്ങളെ മാറ്റാൻ പഠിച്ചു. ആവശ്യമുള്ളതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പഠിച്ചു. കറക്റ്റ് ആ കിളിയുടെ കണ്ണിൽ മാത്രം, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട്. ഈ കണ്ണുകൊണ്ട് പലതും കാണുന്നുണ്ടെങ്കിലും ഉള്ളിലെ ആ മനസ്സുകൊണ്ട് കാണുന്നത് ആ ലക്ഷ്യത്തെ മാത്രമാണ്. ഇതാണ് നമ്മളും പഠിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നാളെ പരീക്ഷയാണ്. ഇന്ന് പുസ്തകമൊക്കെ തുറന്നിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? കാർട്ടൂൺ നെറ്റ്വർക്കിനെ കുറിച്ചും പല പല കോമഡി ഷോസും പല പല സിനിമകളെക്കുറിച്ചും, ഇന്ന് രാവിലെ ഞാൻ എന്ത് കഴിച്ചു, നാളെ എന്ത് കഴിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പഠിത്തം ശരിയാകുന്നത്? കുറഞ്ഞ പക്ഷം പഠിക്കുന്ന സമയത്തെങ്കിലും നമ്മൾ പഠിക്കണ്ടേ? ആകെ കൂടെ പുസ്തകം തുറക്കുന്നത് വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും, അല്ലേ?
അച്ഛനമ്മമാർ പടി എന്ന് പറയുമ്പോഴത്തേക്കായിരിക്കും അച്ഛനമ്മമാർ വിചാരിക്കും സ്കൂളിൽ നിന്ന് പോയിട്ട് വന്നതല്ലേ കുറച്ച് റിലാക്സ് ചെയ്യണം. പക്ഷേ സ്കൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ടോ, അവിടെയും കളിയാണ്. ട്യൂഷനിൽ എന്നാൽ അവിടെയും കളിയാണ്. കളിച്ച് ചിരിച്ചങ്ങ് നടക്കുകയാണ്. ഇതാരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ നമ്മൾ കുറച്ചെങ്കിലും പഠിക്കണ്ടേ. അന്നേരം പഠിക്കുന്ന സമയത്തെങ്കിലും നമ്മൾ നല്ലപോലെ പഠിക്കണ്ടേ. മുഴുവൻ ദിവസവും ബുക്ക് തുറന്നിരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ബോറടിക്കും. പക്ഷേ എത്ര നേരം ബുക്ക് തുറന്നിരിക്കുന്നോ അത്രയും നേരം അവിടെ തന്നെ ഉറച്ചിരിക്കണം. അത് നമുക്ക് ആരിൽ നിന്ന് പഠിക്കാൻ പറ്റും? അർജുനിൽ നിന്ന് പഠിക്കാൻ പറ്റും. അർജുൻ ശ്രദ്ധിച്ച് എല്ലാവരും കണ്ടു, പല കാര്യങ്ങളും കണ്ടു. പക്ഷെ അർജുൻ എന്താണ് കണ്ടത്? കണ്ണ് മാത്രമേ കണ്ടുള്ളൂ. ഇതിൻ്റെ അർത്ഥം ബാക്കിയൊന്നും കാണുന്നില്ല എന്നാണോ? ബാക്കി പലതും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. കാരണം അർജുൻ എന്തുകൊണ്ടാണ് അത്രയ്ക്ക് ഫോക്കസ്ഡ് ആണ്? എന്തുകൊണ്ട്? അത്രയ്ക്ക് മനസ്സിൽ നിയന്ത്രണമുണ്ട്. അന്നേരം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ മനസ്സിന് നിയന്ത്രണം വേണം. ഇത് നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് എത്തുകയാണ്. മനസ്സെന്ന് പറയുന്നത് എന്താണ്? മനസ്സ് എവിടെയായിരിക്കുന്നത്? നമ്മുടെ ഇവിടെയാണോ അതോ ഇവിടെയാണോ മനസ്സ്? അതോ ഇവിടെയാണോ? എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ മനസ്സിരിക്കുന്നത്? ഇതൊരു ചോദ്യമായിട്ട് വരും കേട്ടോ. മനസ്സ് എവിടെയാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മനസ്സില്ല എന്ന് നമ്മൾ പറയാറില്ലേ? അച്ഛനമ്മ ചിലപ്പോഴൊക്കെ പറയും, മോനെ ഈ ഒരു സാധനം എടുത്ത് അങ്ങോട്ടൊന്ന് വെക്കോ, എനിക്ക് മനസ്സില്ല. ഈ മനസ്സെന്ന് പറയുന്ന സാധനം എന്താണ്? മനസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഈ മനസ്സെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ മൊബൈൽ ഫോണിലൂടെ ആയിരിക്കും ഈ ഒരു ക്ലാസ് കാണുന്നത് അല്ലേ? അന്നേരം ഈ മൊബൈൽ ഫോണിൽ എന്തൊക്കെയുണ്ട്? ഈ മൊബൈൽ ഫോണുണ്ട്. ഈ മൊബൈൽ ഫോണിനകത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പല സോഫ്റ്റ്വെയറും യൂസ് ചെയ്യാറുണ്ട്. വാട്സപ്പും ആപ്പും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അന്നേരം ഈ ആപ്പ് എല്ലാം ഈ ഫോണിനകത്ത് പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറാണ്. ഇതൊക്കെ നിങ്ങൾ മുന്നോട്ട് കമ്പ്യൂട്ടറൊക്കെ പഠിക്കുമ്പോൾ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങും അതൊക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കും. അന്നേരം ഹാർഡ്വെയർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട. ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ എന്തോ പറയുന്നത്, നമ്മുടെ ഈ ഫോണും അതിനകത്തുള്ള ആ മെഷീനും ബട്ടൺസും അതും ഇതൊക്കെ. പക്ഷേ പല ആൾക്കാരും ഉത്തരം തരുന്നുണ്ട്, ബ്രെയിനകത്താണ്, ഹൃദയത്തിനകത്താണ്. കൊള്ളാം. ഹാപ്പി ക്രിസ്മസ് എന്ന് ഒരാൾ അയക്കുന്നു. നെഞ്ചിനകത്താണ്. പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അന്നേരം നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എവിടെയായിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ ഫോണിനകത്ത് പല ബട്ടണുണ്ട്. ഇപ്പം നമ്മുടെ വോളിയൂമിൻ്റെ ബട്ടണുണ്ട്, പവർ ബട്ടണുണ്ട്, പലതും അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ ഫോണിനകത്തുള്ള സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? ഈ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ മനസ്സ്. ഇനി നിങ്ങൾ പറ, ഈ സോഫ്റ്റ്വെയർ എവിടെയാണ് ഇരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ബ്രെയിനകത്താണ്, ചെസ്റ്റിലാണെന്നൊക്കെ പറഞ്ഞില്ലേ. ഈ മൊബൈലിനകത്ത് സോഫ്റ്റ്വെയർ എവിടെയാണ് ഇരിക്കുന്നത്? നോക്കട്ടെ, ആരാണ് ബുദ്ധിശാലിയായിട്ടുള്ള ആളെന്ന് നോക്കട്ടെ. ഏറ്റവും കൂർമ്മ ബുദ്ധി ആരാണ്? ബ്രെയിനകത്ത്. ഓക്കെ, ഞാൻ പറയുന്നത് ഹാർഡ്വെയർ ആയിട്ട് ഇതിരിക്കുന്നത് നമ്മുടെ ആ ഒരു പ്രോസസ്സറിനകത്താണ്. നമ്മുടെ അതിൻ്റെ ആ ഒരു മദർ ബോർഡ് എന്നൊക്കെ പറയും. ഞാൻ കുറച്ച് കമ്പ്യൂട്ടർ എഞ്ചിനീയറൊക്കെയാണ്, ലുക്കില്ലെന്നേ ഉള്ളൂ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടാണ് എനിക്കിങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യം വന്ന് കുറച്ച് ഇതിലോട്ടൊക്കെ ഡീപ്പായിട്ട് പോയതും. പിന്നെ ഞാൻ തോന്നി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലോകത്തിന് വേണ്ടി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അച്ഛനും അമ്മയുടെ അനുവാദത്തോടു കൂടി ഈ ഒരു മാർഗം സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങളെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നല്ലത് പഠിപ്പിക്കാൻ പറ്റണ്ടേ? അതിനു വേണ്ടി. അന്നേരം ഈ ഫോണിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അതേപോലെ ഈ സോഫ്റ്റ്വെയർ യഥാർത്ഥത്തിൽ ഇരിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? ഇതിനകത്ത് മദർ ബോർഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. ഇത് ഉണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ ഈ ഫോൺ എന്തെങ്കിലും കേടാകുന്ന സമയത്ത് അതിൻ്റെ ഒരു മെഷീൻ കാണും, ആ ഒരു ചെറിയൊരു പ്രോസസ്സർ, അതൊക്കെ അവിടെയാണ് ഇതിൻ്റെ കോഡിങ് ഇരിക്കുന്നത്. ഒരു കുട്ടി പറഞ്ഞു, ഐ ഡോണ്ട് നോ ഗുരുജി. ഒരാളെങ്കിലും സമ്മതിച്ചല്ലോ. ബാക്കി എല്ലാവരും ഊഹാപോഹങ്ങൾ. കുഴപ്പമില്ല, എന്തെങ്കിലും ഉത്തരം പറയുന്നുണ്ട്. ഒരാൾ പറയുന്നത് സിം കാർഡിനകത്താണ് ഇരിക്കുന്നത്, ഒരാൾ പറഞ്ഞ സിസ്റ്റമിനകത്താണ് ഇരിക്കുന്നത്. ഓക്കെ, കൊള്ളാം, ഗുഡ് ട്രൈ. അന്നേരം ഇതിനകത്ത് പല കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അതിനകത്ത് കോഡായിട്ടാണ് ഈ സാധനം ഇരിക്കുന്നത്. അന്നേരം ഈ മനസ്സെന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു സാധനമാണ്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇപ്പം നിങ്ങൾ കേട്ട് കാണും, എക്സ്റേ കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ ഡോക്ടേഴ്സൊക്കെ എക്സ്റേ എടുക്കാറുണ്ട്, നമ്മൾ അത് വെച്ച് ഇങ്ങനെ കളിക്കാറൊക്കെ ഉണ്ട്. ആ എക്സ്റേ, ആ എക്സ് റേസ് എന്ന് പറയും. അത് മുന്നോട്ട് നിങ്ങൾ പഠിക്കും. ചിലപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മുതിർന്ന കുട്ടികളൊക്കെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഈ എക്സ്റേസ് നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ ആ എക്സ്റേസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്റേ റിപ്പോർട്ട് എടുക്കുന്നത്. അതേപോലെ തന്നെ പണ്ടൊക്കെ നമ്മുടെ ഫോണ് വയർ വഴിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പക്ഷേ ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണാണ്, നമ്മൾ വയറൊന്നുമില്ല, ഒരു ഫോണിൽ നിന്ന് മറ്റു ഫോണിലേക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റും, അല്ലേ? വളരെ രസകരമല്ലേ? വയറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അന്നേരം എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? എയറിലൂടെ, ഈഥർ വഴി പല പല വേവ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതൊക്കെ സയൻസിൽ നിങ്ങൾ വളരെ രസകരമായിട്ട് പഠിക്കും. അന്നേരം ഇങ്ങനെ സൗണ്ട് വേവ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള ഈഥർ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കും. അന്നേരം പക്ഷേ ഈ വേവ്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പം കൊറോണ വൈറസ്, നമ്മളെല്ലാം ഭീതിയിലിരിക്കുകയാണ് നമ്മുടെ വീട്ടിലൊക്കെ, അല്ലേ? അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഉണ്ട്, അല്ലേ? നമുക്ക് എല്ലാവർക്കും പല വ്യക്തികൾക്കും രോഗം വന്നു, അല്ലേ? നമ്മൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്നത്. അന്നേരം പക്ഷെ അതുണ്ട്. അതേപോലെ നമ്മുടെ മനസ്സും ഉണ്ട്, പക്ഷെ എവിടെയെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് ഈ മൈൻഡ്. കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു കാറ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ കാറിൽ എന്തൊക്കെയുണ്ട്? ടയറുണ്ട്, ലൈറ്റുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ഡ്രൈവറുണ്ട്, പുറകിലൊരു പാസഞ്ചറുണ്ട്, അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഊബറൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഊബർ കാറൊക്കെ ചിലപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, അതിൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? ഏതെങ്കിലും ഒരു ഡ്രൈവർ വരും, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളും എല്ലാവരും കൂടെ പുറകിലിരിക്കും, എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും, അല്ലേ? അന്നേരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാറിൻ്റെ സ്റ്റിയറിംഗ് ആണ് നമ്മുടെ മനസ്സ്. ഓടിക്കുന്ന ഡ്രൈവർ ഒരാളുണ്ട്, പുറകിലിരിക്കുന്ന ആളാണ് പാസഞ്ചർ. ഇത് കുറച്ചും കൂടെ ഡീപ്പാണ്, കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അന്നേരം നമ്മുടെ ഈ ശരീരത്തെ ചലിപ്പിക്കുന്നതാണ് ഈ മൈൻഡ്. മനസ്സിലായില്ലേ? ഈ മൈൻഡ് വെച്ചിട്ടാണ് നമ്മുടെ ബ്രെയിനും വർക്ക് ചെയ്യുന്നത്. ബ്രെയിൻ എന്ന് പറയുന്നത് പ്രോസസ്സറാണ്, പക്ഷേ അതിൻ്റെ സോഫ്റ്റ്വെയർ എന്താണ്? ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സറുണ്ട്, അല്ലേ? പ്രോസസ്സറാണ് എല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് പ്രോസസ്സറാണ്. പക്ഷേ ഈ ബ്രെയിനിനെ നിയന്ത്രിക്കാൻ ഒരു മൈൻഡ് വേണം, തോട്ട്സ് വേണം, ചിന്തകൾ വേണം. അതാണ് മൈൻഡ് എന്ന് പറയുന്നത്. അന്നേരം ഈ മൈൻഡിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഈ മൈൻഡാണ് പല പല കാരണങ്ങൾക്കും പ്രശ്നമാകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഫോണിൽ വൈറസ് കയറി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ? ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആ വൈറസൊക്കെ മാറ്റേണ്ടി വരും. അതേപോലെ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ നമ്മൾ എത്തിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും കുക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്ത് പറ്റി? അന്ന് ക്ലാസ്സിൽ ആരോ കുട്ടിയുമായിട്ട് നല്ല വഴക്കായി. ഇത് നമ്മൾ ആരോടും പറഞ്ഞില്ല. പക്ഷെ വീട്ടിൽ വരുമ്പോഴും നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ള അടി ഉണ്ടായതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. മനസ്സിന് വലിയ വിഷമം. എൻ്റെ ഇത്രയും നല്ല ഫ്രണ്ടായിട്ട് അവൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ, ഇങ്ങനെയൊക്കെ വിഷമം ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. അത് കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല, അല്ലേ? കറക്റ്റ് അല്ലേ? അന്നേരം നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല. അതുകൊണ്ട് മനസ്സിന് വിഷമം ഉണ്ടായാലും ഇല്ലേലും ആ മനസ്സിൻ്റെ വിഷമത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ചിലപ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമുള്ള പല കാര്യങ്ങളും നടക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിന് എന്തെങ്കിലും ഇപ്പോൾ ദുഃഖം വരുന്ന രീതിയിലോ, അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും നമ്മളെ എന്തോ പറയുന്നത്, നമ്മുടെ അച്ഛനോ അമ്മയോ എന്തെങ്കിലും ഒരു നമ്മുടെ നല്ലതിന് വേണ്ടി എന്തെങ്കിലും വഴക്ക് പറയുന്നത്, അന്നേരം മനസ്സ് അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താവും? പഠിത്തത്തെ ബാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ലൊരു സിനിമ കണ്ടു, ആ സിനിമ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ആ സിനിമയെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം? നെഗറ്റീവ് ചിന്തകൾ മാറ്റണം, പോസിറ്റീവ് ചിന്തകൾ കൂട്ടണം. എന്തിനെക്കുറിച്ച് ചിന്തിക്കണം അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക.
ഇപ്പം ഞാൻ നോക്കുമ്പോൾ പല പല കുട്ടികളും ഇങ്ങനെ കമൻസ് ഇട്ട് ലൈക്സ് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കും. ഇവരാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ എന്താണ് പറയുന്നത്? മനസ്സിനെ നിയന്ത്രിക്കണമെന്നാണ് പറയുന്നത്, അല്ലാതെ ഫോണിനെ നിയന്ത്രിക്കണോ ലൈക്ക് ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ലൈക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ലൈക്ക് വേണ്ട. നിങ്ങളുടെ യഥാർത്ഥ ലൈക്കാണ് എനിക്ക് വേണ്ടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുമ്പോൾ എനിക്ക് വലിയ ലൈക്കാവും, അല്ലാതെ ഈ ലൈക്കിലൊന്നും കാര്യമില്ല. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ മൈൻഡിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. ചിന്തിക്കേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കണം, ചിന്തിക്കാൻ പാടില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. നാളെ പരീക്ഷയാണെങ്കിൽ പരീക്ഷയെക്കുറിച്ച് മാത്രം ചിന്തിക്കണം. എങ്ങനെ നല്ല രീതിയിൽ പഠിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കാൻ പഠിക്കണം. ഇതിനൊക്കെ എന്ത് വേണം? മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ മനസ്സല്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല, വീണ്ടും പറഞ്ഞുതരാം. നമ്മുടെ ഈ ഹാർഡ്വെയർ ഉണ്ട്, ഈ ഫോൺ, ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്, അതാണ് നമ്മുടെ മൈൻഡ്. നമ്മൾ ആരാണ്? ഈ യൂസ് ചെയ്യുന്ന, ഈ ഫോണിനെ യൂസ് ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ, നമ്മുടെ ഫോൺ വേറെ വേറെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് എൻ്റെ തല, മൊട്ടത്തലയാണ്. ഇതെൻ്റെ തല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ തലയും വ്യത്യസ്തമാണ്. എൻ്റെ മൂക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മൂക്കും വ്യത്യസ്തമാണ്. എൻ്റെ കണ്ണ്, സിനിമയിൽ ജഗതി പറയല്ലേ, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക്, എൻ്റെ കൈ. അന്നേരം അതേപോലെ നമ്മുടെ തല, എൻ്റെ തല, എൻ്റെ മൂക്ക്, എൻ്റെ ചുണ്ട്, എൻ്റെ കൈ. ഇനി എൻ്റെ മൈക്ക്, പേടിക്കണ്ട, ഇവിടെ കുറച്ച് വെള്ളം വീണതാണ്. അന്നേരം എൻ്റെ മൈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും മൈക്കും വ്യത്യസ്തമാണ്, അല്ലേ? എൻ്റെ പേന എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും പേനയും വ്യത്യസ്തമാണ്. അന്നേരം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എൻ്റെ ശരീരം, എൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും ബോഡിയും വ്യത്യസ്തമാണ്. വളരെ സിമ്പിൾ അല്ലേ? അന്നേരം ഈ ബോഡി നമ്മളല്ല, ഈ ബോഡിയിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാണ്. എങ്ങനെയാണോ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ ബോഡി നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബോഡിയിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ മൈൻഡ്. അന്നേരം ഈ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല, നമ്മൾ മൈൻഡിനെ കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അഡിക്ഷൻ എന്താണെന്നറിയോ? ഫോൺ അഡിക്ഷനാണ്, വാട്സപ്പ് അഡിക്ഷനാണ്. പല പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ഒരു ദിവസം ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഫോൺ നോക്കിയപ്പോൾ, ഇത് ബോംബെയിൽ നടന്ന സംഭവം, ഒരു ഗട്ടർ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. നേരെ ചെന്ന് കുഴിയിലങ്ങ് വീണു. എന്തോ പറയാനാണെന്ന് പറഞ്ഞു. അതിനകത്ത് വീണതിന് ശേഷം ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ പറ്റുന്നത്? ഫോണിനോട് അത്രയ്ക്ക് അട്രാക്ഷൻ ആണെന്നുള്ളതാണ്. നമ്മൾ ഫോണൊക്കെ എവിടെയാണ് വെക്കുന്നത്? നമ്മുടെ തൊട്ടടുത്ത് വെക്കും. പണ്ടൊക്കെ നമ്മുടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത് എന്ത് വെച്ചിട്ടാണ്? ടോയ്സ് വെച്ചും അതൊക്കെ വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ കളിക്കാറെന്താ? ഫോൺ വെച്ചിട്ട്. പണ്ടൊക്കെ എന്ത് നല്ലതായിരുന്നു അറിയാവും? നിങ്ങളുടെ അച്ഛനമ്മമാരുടെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുറത്തിറങ്ങി നടക്കാം. ഇപ്പം കൊറോണ സമയത്ത് ഇറങ്ങരുത്, പക്ഷേ മരത്തിലൊക്കെ കയറാം, മാമ്പഴം പറിക്കാം, പല പല ഫ്രൂട്ട്സ് പറിക്കാം, നദിയിലൊക്കെ പോയി കുളിക്കാം, പശുക്കളെ കാണാം, മൃഗങ്ങളുമായിട്ട് നമ്മൾ അണ്ണാനെ പിടിക്കാം. ഇതൊക്കെ എന്ത് രസമാണെന്നറിയാം. തത്ത, ഇങ്ങനെ പ്രകൃതിയായിട്ട് നമുക്ക് കൂടുതൽ കണക്ഷനാണ്. പക്ഷേ ഇപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും മൊബൈലിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കും. അതിലൊന്നും അത്ര കാര്യമില്ല. എക്സൈറ്റിംഗ് വേൾഡ് പുറത്താണ്. അതിൻ്റെ മഹത്വം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും. കൊറോണ കാരണം ഓൺലൈൻ ഇരുന്നിരുന്ന് നിങ്ങൾ ബോറടിച്ചിരുന്നു എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, യഥാർത്ഥ എൻജോയ്മെൻറ്റ് ഫോണിനകത്തല്ല, അത് പുറത്താണ്. അന്നേരം അതേപോലെ തന്നെ നമ്മുടെ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു ഇതാണ് മൈൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പക്ഷെ നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ഈ മൈൻഡല്ല, നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്ന വ്യക്തികളാണ്. സിമ്പിൾ അല്ലേ? അന്നേരം ഇത് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ഈ മൈൻഡിനെ നിയന്ത്രിക്കാൻ പറ്റൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നാളെ പരീക്ഷയാണ്.
ഇന്ന് പരീക്ഷ പഠിക്കാൻ സിലബസ് ആ സബ്ജക്റ്റ് പഠിക്കാൻ തീരെ താല്പര്യമില്ല, എനിക്കിഷ്ടമല്ലാത്ത സബ്ജക്റ്റുമാണ്. അന്നേരം എൻ്റെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ വെറുതെ പഠിക്കുന്നത്, പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. നാളെ പരീക്ഷയാണ്, അവസാനം പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, കിടന്നുറങ്ങാം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, TV കണ്ടുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരാൾ എഴുതി മിസ്സിങ് ദാറ്റ് ഓൾ, പുറത്തിറങ്ങിയുള്ള ആ കളികളെക്കുറിച്ചൊക്കെ മിസ് ചെയ്യുന്നതാണ് എഴുതുന്നത്. എനിക്കും അറിയാം, ഏതാനും നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്ന് കൊറോണ പോകാൻ വേണ്ടി. അന്നേരം നമ്മൾ നമ്മുടെ ഈ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. എങ്ങനെയാണോ നമ്മൾ ഫോണിൽ പലതും ചെയ്യാറുള്ളത്, അതേപോലെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നമ്മളിത് ഉപയോഗിക്കണം. അതിനെക്കുറിച്ച് ഈ ഒരു ഫ്രണ്ട് നിങ്ങളോട് വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയും. ഇപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളുടെ മൊബൈൽ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് അച്ഛനമ്മമാർ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ഫോണാണ് നിങ്ങളുടെ കയ്യിൽ തരുന്നത്. അന്നേരം അതിൽ കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഇങ്ങനെ വരും. അത് പാടില്ല, ഇത് എനിക്ക് നല്ലതല്ല, ഇത് ചീത്തയാണെന്ന് മനസ്സിലാക്കി അതെല്ലാം ദൂരെ മാറ്റുക. ഇതെല്ലാം എന്ത് പറ്റുമെന്നറിയോ, നമ്മുടെ ഉള്ളിൽ ഒരുപാട് അഴുക്കുകളെ നിറയ്ക്കും. വൈറസാണ് ഇതൊക്കെ. ഇപ്പം നമ്മുടെ ഫോണിനകത്ത് വൈറസ് കയറി കഴിഞ്ഞാൽ ഫോൺ വർക്ക് ചെയ്യത്തില്ലല്ലോ. അതേപോലെ കാണാൻ പാടില്ലാത്തത് കാണാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ രസകരമാണ്. ഒരു കുരങ്ങൻ ഇങ്ങനെ ഇരിക്കും, ഒരു കുരങ്ങൻ ഇങ്ങനെ ഇരിക്കും, ഒരു കുരങ്ങൻ ഇങ്ങനെ ഇരിക്കും. ഒരുപാട് അർത്ഥമുണ്ട് ഇതിൽ. എന്താണ് പറയുന്നത്? കാണാൻ പാടില്ലാത്തത് കാണരുത്, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്, പറയാൻ പാടില്ലാത്തത് പറയരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇങ്ങനെ വീഡിയോസിലും അതിലും ഇതിലുമൊക്കെ പല പല കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ, TV-യിലൊക്കെ ചിലപ്പോൾ അശ്ലീകരമായിട്ടുള്ള പല രംഗങ്ങളും കാണും, അല്ലേ? അതൊന്നും നമ്മൾ കാണാൻ പാടില്ല, കണ്ണടച്ചുകൊണ്ടുടനെ. കാരണം എന്താണ്? വൈറസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമുക്ക് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, പല പല പ്രശ്നങ്ങളുണ്ട്. ഒരാൾ 3 കുരങ്ങൻ്റെ പടം ഇട്ടിട്ടുണ്ട്, ഇത്രയും പറഞ്ഞിട്ട് ഒരു കൺട്രോളും ഇല്ലല്ലേ, ഇങ്ങനെ ചാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, എന്നാലും അവർ ശ്രദ്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അത് നിങ്ങൾ ഷാർപ്പാണെന്ന് എനിക്ക് മനസ്സിലായി, വെരി ഗുഡ്. അന്നേരം കണ്ണടച്ച് ഇരിക്കുക, കാണാൻ പാടില്ലാത്തത് കാണരുത്, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്. പലപ്പോഴും എന്ത് പറ്റും, നമ്മുടെ അച്ഛനമ്മമാരെ കുറിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചറിനെ കുറിച്ച് മറ്റൊരു സ്റ്റുഡൻറ്റ് കുറ്റം പറയും. അതൊന്നും കേൾക്കാൻ പാടില്ല. അതെല്ലാം എന്ത് പറ്റുമെന്നറിയോ, നമുക്ക് വലിയ 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 പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ വൈറസിനെ കയറ്റും, നെഗറ്റീവ് തോട്ട്സ് കയറ്റും. അന്നേരം നെഗറ്റീവ് ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വരുന്നതെന്നറിയോ? കാണാൻ പാടില്ലാത്തത് കാണുമ്പോഴും, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുമ്പോഴും, സംസാരിക്കാൻ പാടില്ലാത്തത് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വൈറസ് കയറുന്നത്. ഇതിൽ നിന്ന് നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. അന്നേരം എന്ത് പറ്റും, നമ്മുടെ മനസ്സിനെ വളരെ സ്ട്രോങ് ആയിട്ട് നിയന്ത്രിക്കാൻ പറ്റും. നമ്മളും അർജുനെ പോലെയാവും. എന്തുകൊണ്ട് അർജുന് ആ തത്തയുടെ കണ്ണ് മാത്രം കാണാൻ പറ്റിയെന്നറിയാവോ? കാരണം നെഗറ്റീവ് തോട്ട്സ് ഇല്ല. ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അദ്ദേഹം ചിന്തിക്കുന്നുള്ളൂ, ചിന്തിക്കാൻ പാടില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അതുകൊണ്ട് പവർഫുൾ കോൺസെൻട്രേഷനാണ്. അല്ലാതെ ബോൺവിറ്റ ഹോർലിക്സ് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ കോംപ്ലാൻ ബോയ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല കേട്ടോ. ഇത് കഴിക്കരുതെന്നല്ല, നിങ്ങളുടെ ഹെൽത്തിന് നല്ലതാണ്. പക്ഷേ പഠിത്തത്തിൽ നിങ്ങൾക്ക് നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള ശക്തിയും ആ ഒരു ഇൻ്റലിജൻസും ലഭിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചേ പറ്റൂ. അച്ഛനമ്മമാർ എന്തുമാത്രമാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അന്നേരം നമ്മളും ആ ഒരു അച്ഛനും അമ്മയടുത്തുള്ള സ്നേഹം, ഐ ലവ് യു ഡാഡി, ഐ ലവ് യു മമ്മി എന്ന് പറഞ്ഞാൽ മാത്രം കാര്യമുണ്ടോ? ലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണ്ടേ, അല്ലേ? അല്ലാതെ ഫാദേഴ്സ് ഡേയുടെ അന്ന് ഒരു പൂവ് എടുത്ത് കൊടുത്തിട്ടോ, അല്ലെങ്കിൽ മദേഴ്സ് ഡേയുടെ അന്ന്, അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെയും ബർത്ത്ഡേയുടെ അന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടാണോ നമ്മൾ സ്നേഹം പ്രൂവ് ചെയ്യുന്നത്? അത് ആർക്കും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്രവൃത്തിയിലൂടെ, പാർത്ഥന്റെ കാര്യം നമ്മൾ പഠിച്ചില്ലേ, അർജുന്റെ പ്രവൃത്തിയിലൂടെ എല്ലാവരും അറിഞ്ഞു ഇത് പൃഥയുടെ മകനാണ്. അതേപോലെ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് എല്ലാവരും മനസ്സിലാക്കണം, ഇത് ഇന്നയാളുടെ മകനാണ് കേട്ടോ. ക്ലാസ്സിൽ നമ്മുടെ പെരുമാറ്റം അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ടീച്ചർ, നമ്മുടെ അച്ഛനും അമ്മയും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അഭിമാനത്തോടു കൂടി നമ്മുടെ പാരൻസിനെ കണ്ടിട്ട് ടീച്ചർ പറയണം, ഇത് ഇന്ന കുട്ടിയുടെ അച്ഛനും അമ്മയാണ്. എല്ലാവർക്കും ഒരു സന്തോഷം തോന്നണം. തെറ്റ് ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഇത് ആ കുട്ടിയുടെ വളരെ നോട്ടി ആയിട്ടുള്ള ആ കുട്ടിയുടെ അച്ഛനും അമ്മയാണെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മമാർക്ക് എന്തൊരു വിഷമമായിരിക്കും, അല്ലേ? അവർ കഷ്ടപ്പെട്ട് എത്രയും കാശും ചിലവാക്കി അവർ പലപ്പോഴും
ആഹാരത്തിനൊക്കെ പലതും കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഫീസ് അടയ്ക്കുന്നത്. അന്നേരം ഇത്രയൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുമ്പോൾ ഇന്നെങ്കിലും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മുടെ കുട്ടികളെക്കുറിച്ച് അച്ഛനും അമ്മയും ടീച്ചർ നല്ലത് പറയുമെന്ന് പറഞ്ഞിട്ടാണ് അവർ ചെല്ലുന്നത്. അന്നേരം അവിടെ ചെല്ലുമ്പോൾ പറയുകയാണ്, ഷോ നിങ്ങളുടെ കുട്ടി വളരെ മോശമാണെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും വിചാരിക്കും എന്തൊരു വിഷമമായിരിക്കും എന്ന് ആലോചിച്ച് പോകും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പ്രവർത്തിക്കരുത്, അർജുനെ പോലെ പ്രവർത്തിക്കണം. അതായത് നിങ്ങളുടെ പെരുമാറ്റവും സംസാരവും കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണം, പ്രൗഡായിരിക്കണം. ഇത് എൻ്റെ മകനാണ്, ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് ഈ സ്കൂളിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്കൂളിനും ഒരു അഭിമാനമായിരിക്കണം. അപമാനമായി പോകരുത്, അഭിമാനമായിട്ട് മാറണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം അതിന് നമുക്ക് എന്താണ് വേണ്ടുന്നത്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് വേണ്ടുന്നത്. എന്തിനെക്കുറിച്ച് ചിന്തിക്കണം? അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്തിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല? അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ഇനി ഒരേ ഒരു കഥയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സിലബസ് തീർന്നു. ഏതാണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീരാറായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാഠിന്യം കുറയത്തില്ല. പക്ഷെ പേടിക്കണ്ട, ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്തോ അത് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉത്തരം എഴുതാം. പക്ഷേ പ്രതീക്ഷിക്കുന്ന ഉത്തരം തന്നെ ആയിരിക്കണം, എങ്കിലേ മാർക്ക് കിട്ടൂ. മനസ്സിലാക്കിയിരിക്കണം. ഒരിക്കൽ നമ്മുടെ അർജുൻ രാത്രിയിൽ ഗുരുകുലത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറക്കം വരുന്നില്ല, പഠിച്ചത് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, സമയം കിട്ടിയില്ല. രാത്രിയിലാണെങ്കിൽ ഒന്നും കാണാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കാണ് അടുക്കളയിൽ നിന്ന് ഠം എന്ന് പറഞ്ഞ് പാത്രം, ഇപ്പം കുറച്ച് പിന്നെ ഒരു സൗണ്ട് കിട്ടില്ലേ, പാത്രമൊക്കെ വീഴുന്ന മാതിരി, അതേമാതിരി ഒരു സൗണ്ട് കിട്ടും. അന്നേരം ഉടനെ അർജുൻ വിചാരിച്ചു കള്ളൻ എന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിൽ കയറി ചെന്ന് നോക്കിയപ്പോൾ ഒരാൾ അവിടെ ഇരുന്നിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ്? ഭീമൻ. ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ല, അവിടെ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അർജുൻ അത്ഭുതമായി പോയി. ചേട്ടാ, ഇത്രയും ഒരാൾ ഇതിൻ്റെ ഇടയിൽ ചോദിക്കുവാണ് എക്സാം ഇംഗ്ലീഷിൽ എഴുതണം മലയാളത്തിലാണ്. പേടിക്കേണ്ട, ഏതെങ്കിലും ഭാഷയിൽ എഴുതിക്കോളൂ. എനിക്കറിയാവുന്ന ഭാഷ ഇംഗ്ലീഷും മലയാളമാണ്, അതുകൊണ്ട് അതിൽ എഴുതണമെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിൽ എഴുതിയാൽ ആരെങ്കിലും അത് അറിയാവുന്ന ആളെ കൊണ്ട് ഞാൻ ചെക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പം ക്ലാസ് കേൾക്കൂ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷും അറിയാം, മലയാളവും അറിയാം, അതുകൊണ്ട് രണ്ടിൽ ഏതിൽ വേണമെങ്കിലും എഴുതിയാൽ മതി. അന്നേരം ഈ ഭീമൻ ആഹാരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അർജുൻ ചെന്നിട്ട് കിച്ചണിൽ കയറിയിട്ട് പറഞ്ഞു, ഇത് എങ്ങനെയാണ് ചേട്ടാ ഇത്രയ്ക്ക് രാത്രിയായിട്ട് ഈ ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ല, എന്നിട്ട് എങ്ങനെയാണ് അങ്ങ് ഇത്രയും ഇരുട്ടതും ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നത്? അന്നേരം അർജുൻ വളരെ സീരിയസ് ആയിട്ട് ചിരിച്ചിട്ട് പറയാണ്, ഇറ്റ്സ് ഓൾ പ്രാക്ടീസ്, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. എല്ലാം പരിശ്രമത്തിൻ്റെ ഫലമാണ്. അന്നേരം പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാണ്? നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഫലമാണ്. അതായത് ഇങ്ങനെ രാത്രിയിൽ ലൈറ്റ് ഇല്ലാത്ത സമയത്തും കഴിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഭീമൻ എന്ത് പറ്റി? ഏത് പാതിരാത്രിക്കും ഒരു പ്രകാശം ഇല്ലാതെയും ആഹാരം കഴിക്കാൻ പറ്റും. അന്നേരം ആ അർജുൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? കൊള്ളാമല്ലോ, ഞാനും അർജുനൊരു കമ്പനി കൊടുക്കാം. എല്ലാ ദിവസവും എന്ത് ചെയ്യാം? നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ, ലൈറ്റ് എല്ലാം ഓഫായി കിടക്കുമ്പോൾ, ആരും അറിയാതെ, നമ്മുടെ അച്ഛനും അമ്മയും അറിയാതെ ഫ്രിഡ്ജിൽ നിന്ന് എന്തെടുക്കാം? പല പല കാര്യങ്ങളും ഇരിപ്പുണ്ട്, കട്ട് തിന്നാം എന്നൊക്കെ. അതിലൊക്കെ ഭയങ്കര രസം കാണുന്ന കുട്ടികളുണ്ടെന്ന് ഇവിടെ എനിക്കറിയാം. പല ആൾക്കാരുടെയും മുഖം കാണാൻ പറ്റുന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കുട്ടികളല്ലെന്ന് തോന്നും, അല്ലേ? നിങ്ങളെല്ലാം നല്ല കുട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നു. കട്ട് തിന്നാൻ പാടില്ല, കട്ട് തിന്നുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ ഭീമനൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആൾക്കാരാണ്. അവർ കട്ട് തിന്നുമെങ്കിൽ പല പല വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്ത് ചെയ്യണം? മോഷ്ടിക്കാൻ പാടില്ല, അച്ഛനും അമ്മമാരും ചോദിക്കും. അത് നമുക്ക് അർജുനിൽ നിന്ന് പഠിക്കണം. അർജുൻ ഇതെല്ലാം കണ്ടു. അന്നേരത്തേക്ക് വിചാരിച്ചു, ഭീമൻ ഇങ്ങനെ ചെയ്തല്ലേ, കൊള്ളാം, ഇത്രയും ഇരുട്ടായിട്ടും കറക്റ്റായിട്ട് ആഹാരവും കഴിച്ചല്ലോ. അന്നേരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പലതും നടക്കും എന്ന് അർജുന് ക്ലിക്കായി. അർജുൻ അവിടെ ഇരുന്ന് കഴിക്കാൻ ശ്രമിച്ചില്ല. അർജുൻ എന്ത് ചെയ്തു? പുറത്തിറങ്ങി വന്ന് അമ്പും വില്ലും എടുത്ത് പ്രാക്ടീസ് തുടങ്ങി. പടാന്ന് അസ്ത്രം എന്ന് പറഞ്ഞ അസ്ത്രം വിടാൻ തുടങ്ങി. ആ അസ്ത്രം എല്ലാം എവിടോ കൊള്ളുന്നതായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. ലക്ഷ്യത്തിൽ എത്തുന്നുണ്ടോ, മരത്തിൽ കൊള്ളുന്നുണ്ടോ, ഇങ്ങനെ ശബ്ദം വളരെ കെയർഫുള്ളായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് കേൾക്കാൻ തുടങ്ങി. നേരത്തെ അർജുൻ്റെ മനസ്സിന് നിയന്ത്രണമുണ്ട്, ഇപ്പോൾ ചെവിയും കൂടെ പവർഫുൾ ആക്കുവാണ്. ഇതെല്ലാം മൈൻഡ് കൺട്രോളിൻ്റെ റിസൾട്ടാണ്. അന്നേരം അർജുൻ എന്ത് ചെയ്തു?
ഇങ്ങനെ അസ്ത്രം പടപടാന്ന് അയക്കാൻ തുടങ്ങി, ആ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ അർജുന് ക്രമേണ പ്രാക്ടീസ് കൊണ്ട് മനസ്സിലായി, ഇരുട്ടത്തും യുദ്ധം ചെയ്യാൻ പറ്റും, ഇരുട്ടത്തും അസ്ത്രം ചെയ്യാൻ പറ്റും. അങ്ങനെ അർജുൻ പവർഫുള്ളായി. അന്നേരം ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും പല പല സിറ്റുവേഷൻ വരും. അന്നേരം നമ്മൾ അർജുനെ പോലെ ആ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ പഠിത്തത്തിന് പ്രയോജനമാകുന്ന രീതിയിൽ സാഹചര്യങ്ങളെ, സിറ്റുവേഷനെ, ഓരോരോ വസ്തുക്കളും, ഓരോരോ നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ്സിന് വേണ്ടി ഉപയോഗിക്കണം. ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുന്നത്? നല്ല മൈൻഡ് കൺട്രോൾ ഉള്ളപ്പോഴാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് മൈൻഡ് കൺട്രോൾ വരുന്നത്? കുറച്ചൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് കണ്ണൊക്കെ നമ്മളൊന്ന് അടച്ചു പിടിക്കണം. കണ്ണൊക്കെ ഒന്ന് അടച്ചു പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഇരുന്നിട്ട് ശ്വാസമൊക്കെ ഒന്ന് ക്രമേണ ഇങ്ങനെ വൺ എടുത്തിട്ട് ഒരു ശ്വാസം അകത്തോട്ടെടുക്കുക, ഒരു ശ്വാസം വിടുക. 2 വീണ്ടും ഒരു ശ്വാസം അകത്തോട്ടെടുക്കുക, ഇൻഹേൽ എക്സേൽ. 3 ഇൻഹേൽ എക്സേൽ. 4 ഇൻഹേൽ എക്സേൽ. അങ്ങനെ ഒരു 10 ടൈംസ് ചെയ്താൽ മതി. അന്നേരം ശ്വാസമൊക്കെ നമ്മൾ ഒന്ന് അകത്തോട്ടെടുക്കുകയും പുറത്തോട്ടെടുക്കുകയും ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം? നമ്മുടെ മൈൻഡും നമ്മൾ എടുക്കുന്ന ഈ ശ്വാസമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കൂട്ടുകാരുമായിട്ട് ചിലപ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, എന്തെങ്കിലും ഒരു ഫൈറ്റൊക്കെ നടക്കുന്ന വെച്ചാൽ ഇങ്ങനെയൊക്കെ ആവറില്ലേ? എന്തു പറ്റുന്നത്? ദേഷ്യം വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശ്വാസം വളരെ പടപടപടാന്ന് അടിക്കാൻ തുടങ്ങും. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ മൈൻഡും നമ്മുടെ ശ്വാസവുമായിട്ട് ഒരുപാട് കണക്ഷനുണ്ട്. അന്നേരം എപ്പോഴെങ്കിലും നമ്മുടെ കൂട്ടുകാർക്ക് സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം? ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഇങ്ങനെ കാലൊക്കെ ഒന്ന് മടക്കി ഇരുന്നിട്ട് ഒരു 10 പ്രാവശ്യം ശ്വാസം ഉള്ളിലോട്ടെടുക്കുക, പുറത്തോട്ടെടുക്കുക, ഉള്ളിലോട്ടെടുക്കുക, പുറത്തോട്ടെടുക്കുക. അങ്ങനെ 10 പ്രാവശ്യം എടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? കണ്ണൊക്കെ ഒന്ന് അടച്ചു പിടിച്ചിട്ട് ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക. ഭഗവാനെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ദേവനാണോ, കൃഷ്ണനെക്കുറിച്ച് ചെയ്യുന്ന ഏറ്റവും ഉത്തമമാണ്. കാരണം ഭഗവത്ഗീത നമ്മൾ അർജുനെ കണ്ടില്ലേ? ഭഗവത്ഗീത അർജുന് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താവും? പല പല കാര്യങ്ങളും നമുക്ക് ഭഗവത്ഗീതയുടെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കും. ഇനി ഭഗവാന്റെ ഏത് രൂപമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ, രാമനാണെങ്കിൽ, നരസിംഹമാണെങ്കിൽ, ഗണപതി ആണെങ്കിലോ, കൃഷ്ണനെക്കുറിച്ച് ചെയ്യുന്നത് എല്ലാ ദേവന്മാർക്കും വലിയ ഇഷ്ടമാണ്. അർജുൻ തന്നെ കണ്ടില്ലേ? ഭഗവാനെ കൂട്ടുപിടിച്ചപ്പോൾ എന്തായി? എല്ലാം സക്സസ്ഫുള്ളായി. അന്നേരം കൃഷ്ണനെ കാണാൻ എത്ര സുന്ദരനാണെന്നറിയോ? ഇത്രയും നല്ലൊരു ഫ്രണ്ട് ആരുമില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 10 പ്രാവശ്യം ഇങ്ങനെ ശ്വാസം ഉള്ളിലോട്ട് വിടുക, പുറത്തോട്ട് വിടുക, ഉള്ളിലോട്ട് വിടുക, പുറത്തോട്ട് വിടുക. ഒരുപാട് ഇങ്ങനൊന്നും അടിക്കരുത്, സ്ലോലി ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ക്രമേണ സ്ലോലി നമ്മൾ ചെയ്യണം. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാം? കണ്ണൊക്കെ ഒന്ന് അടച്ചു പിടിച്ചിട്ട് ഭഗവാനെ, കൃഷ്ണനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ 3 പ്രാവശ്യം പറഞ്ഞാൽ മതി. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിന് ഒരുപാട് കൺട്രോൾ കിട്ടും. ഭയങ്കര പവറാവും നിങ്ങൾക്ക്. അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഫോണല്ല ഞാൻ, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല ഞാൻ, ഇത് യൂസ് ചെയ്യുന്ന ആളാണ് ഞാനെന്ന് മനസ്സിലാവും കേട്ടോ. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു റോബോട്ട് മാതിരിയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഒരു റോബോട്ടിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുവാണ് ഞാൻ ഈ റോബോട്ടാണെന്ന്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ റോബോട്ട് അല്ല, ഈ റോബോട്ടിന് പുറത്താണ് ഞാൻ. അതായത് ഈ ശരീരം എന്ന് പറയുന്ന ഒരു യന്ത്രം മാതിരിയാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ മനസ്സ്. അന്നേരം ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്നറിയാം? നിങ്ങളുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളും വരും. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു വ്യക്തി പറയുമ്പോൾ ഉടനെ നിങ്ങളുടെ മനസ്സ് പറയും, ഇവന് മറുപടി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് മനസ്സ് പറഞ്ഞോളൂ എന്ന് പറയും. അന്നേരം നിങ്ങൾ പറയുവാണോ, ഇല്ല, പറയാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂട്ടുകാർ എന്താണ് ചെയ്യുന്നത്? അന്നേരം തോന്നുന്ന രീതിയിൽ അങ്ങ് സംസാരിക്കും. ഇപ്പം പഠിക്കാൻ തോന്നുന്നുണ്ട്, പഠിക്കും. നാളെ പരീക്ഷയാണ്, ഇന്ന് പഠിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സില്ല, പഠിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല. ഇപ്പം കളിക്കാനാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ കളിക്കാം. തോന്നുന്ന മാതിരി ചെയ്യരുത്, പ്ലാനിനനുസരിച്ച് ചെയ്യണം. എല്ലാം ഒരു പ്ലാൻ ചെയ്യണം.
പൊതുവേ നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്താണെന്നറിയാമോ? പരീക്ഷയുടെ തലേന്നിരുന്ന് ബുക്ക് തുറന്നതായിരിക്കും. അങ്ങനെ ആകരുത്. പരീക്ഷയ്ക്ക് മുമ്പേ തന്നെ, എത്രയും ദിവസം മുമ്പേ അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. എല്ലാം നല്ല പ്ലാൻ ചെയ്ത് ടീച്ചർമാരോട് ചോദിക്കുക. എന്തെങ്കിലും കാര്യം മനസ്സിലായില്ലെങ്കിൽ അത് ചോദിക്കുക. ടീച്ചർ ഇതെന്താണെന്ന് നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കണം. ഇതൊക്കെയാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. വളരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇങ്ങനെയാണ്. അർജുൻ എപ്പോഴും ദ്രോണാചാര്യോട് ചോദിക്കുമായിരുന്നു, ഗുരു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഗുരു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേപോലെ ഇപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഓരോ കുട്ടികളും എത്ര നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ചാറ്റൊക്കെ ഇടുന്നത്. അതേപോലെ തന്നെ വാട്സപ്പിലും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം എല്ലാവരും അവരവർക്ക് താല്പര്യം ഉണ്ടെന്നാണ് ഇതിലൂടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ പഠിത്തത്തിലും ശ്രദ്ധ കാണിക്കണം. മൊബൈലിൽ ഇങ്ങനെ കളിക്കാൻ വേണ്ടി മാത്രം പാടില്ല. അന്നേരം പഠിത്തത്തിൽ നമ്മുടെ ടീച്ചർമാർ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും നമ്മൾ മറന്നു പോകരുത്. ഇതൊക്കെ എന്ത് പറ്റും? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അന്നേരം എന്താവും? നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെക്കുറിച്ച് നല്ലത് പറയും. നമ്മുടെ ടീച്ചർമാർ നമ്മളെക്കുറിച്ച് നല്ലത് പറയും. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? പൊതുവെ അച്ഛനും അമ്മയും നമ്മളെ വഴക്ക് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമാണോ? അല്ലല്ലോ, നമുക്ക് വളരെ വിഷമം വരും അല്ലേ? അതേപോലെ നമ്മുടെ ടീച്ചർമാർ നമ്മളെക്കുറിച്ച് വഴക്ക് പറയുമ്പോൾ നമുക്ക് വിഷമമാവത്തില്ലേ? അന്നേരം എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു വഴക്ക് പറയുന്ന രീതിയിൽ നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? എപ്പോഴും അച്ഛനമ്മമാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക, ടീച്ചർമാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുമായിട്ടും വഴക്കുണ്ടാക്കാതിരിക്കുക. ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കും. മനസ്സ് പലതും പറയും, ഇത് ചെയ്യ്, അത് ചെയ്യ്. ഇതൊന്നും അച്ഛനും അമ്മയും അറിയത്തില്ല, ഇതൊന്നും ടീച്ചർ അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇത് ശരിയല്ല. അങ്ങനെ നമ്മൾ തീരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇത് നമ്മളല്ല. ഇതെല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പാർത്ത് എന്ന ഫോർമുലയിൽ PARTH. ഒരു കുട്ടി പറയുന്ന ലേറ്റായെന്ന്, ഇപ്പം തീരും, 2 മിനിറ്റ് കൊണ്ട് ക്ലാസ് തീർക്കാം. അന്നേരം നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്, ഈ 5 ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് പാർത്ത് എന്നൊരു ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ്. PARTH. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, P. ഓക്കെ, ഇനി നാളെ നമ്മൾ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത്? എയെ കുറിച്ചാണ്. എ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എ എന്തായിരിക്കും? നാളെ ഞാൻ പറഞ്ഞുതരാം, ഇന്ന് ഞാൻ പറയത്തില്ല. ഇങ്ങനെ ഓരോ ദിവസവും ആറിനെ കുറിച്ച് പറയും, ടിയെ കുറിച്ച് പറയും, എച്ചിനെ കുറിച്ച് പറയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഈ 5 ദിവസം കഴിയുമ്പോൾ നിങ്ങളൊക്കെ സൂപ്പർമാൻ ആവും, ഹനുമാനെ പോലെ ഇരിക്കും. ഹനുമാൻ കണ്ടില്ലേ ലങ്കയിലേക്ക് ചാടിയത്? അതേപോലെ വാല് വരുമെന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും വാലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഡോണ്ട് വറി, നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കണം. എപ്പോഴും പവർഫുള്ളും എൻതൂസിയാസ്റ്റിക്കോട് കൂടി ഇരിക്കണം. അന്നേരം ഈ പി എന്താണെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ഇടുന്നു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ എന്ന് പറഞ്ഞ് എഴുതുന്നുണ്ട്. ഇതൊന്നും അല്ല, നാളെ നമുക്ക് നോക്കാം. ഇതൊക്കെ നമുക്ക് നാളെ പഠിക്കാം. അന്നേരം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഇന്ന് തന്നെ നമ്മൾ പഠിച്ചില്ലേ. പിന്നെ എ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ആവുന്നത്? ഇതൊന്നും അല്ല. അസോസിയേഷൻ, അതുമല്ല. നോക്കാം, നാളെ നമുക്ക് പഠിക്കാം. അതെല്ലാം സർപ്രൈസാണ് നാളെ. അന്നേരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സക്സസ് വേണമെങ്കിൽ എന്താണ് വേണ്ടുന്നത്? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. ഈ ക്ലാസ് വീണ്ടും വീണ്ടും കേൾക്കുക. നാളെ ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അറ്റൻഷനും അല്ല, അലേർട്ട് അതുമല്ല. നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, നാളെ ഞാൻ പറയുന്നതുവരെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ആങ്കർ അതുമല്ല. ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്, വെരി എൻതൂസിയാസ്റ്റിക് കിഡ്സ്. നാളെ എയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അന്നേരം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ആത്മാവിനെ കുറിച്ചല്ലേ മോളെ ഇന്ന് പഠിപ്പിച്ചത്? എനിവേ, അതൊന്നും പോട്ടെ. അന്നേരം നാളത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം എ എന്താണെന്ന്. ഓക്കെ, അന്നേരം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അന്നേരം എല്ലാവരും നോട്ട്സ് പ്രിപ്പയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ഇതിനെക്കുറിച്ച് നാളെ 9 മണിക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ അതിൻ്റെ ഉത്തരം എഴുതുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രൈസസ് കിട്ടുന്നതാണ്. പക്ഷേ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രൈസ് കിട്ടും, തീർച്ചയായും, ഉറപ്പാണ്. അതെന്താണെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല. അന്നേരം നാളെ വൈകുന്നേരം
6 മണിക്കാണ് ക്ലാസ്. ഇന്ന് എങ്ങനെയാണോ 6 മണിക്ക് ക്ലാസ് ആയത് അതേപോലെ തന്നെയാണ് നാളെ വൈകുന്നേരം 6 മണിക്ക് ക്ലാസ്. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക്. എല്ലാ ക്ലാസ്സിൻ്റെയും പരീക്ഷ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക്. 9 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ എഴുതുന്ന ഉത്തരം എന്തായിരിക്കണം? ഏത് നമ്പറിലേക്കാണ് വാട്സപ്പ് അയക്കേണ്ടത് അതേ നമ്പറിലേക്ക് അയക്കാവുള്ളൂ. വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടരുത്. വാട്സപ്പ് ഗ്രൂപ്പിലിടുന്ന ആൻസർ ഷീറ്റിന് 0 മാർക്സ് ആയിരിക്കും. അവരെ കോമ്പറ്റീഷനിൽ നിന്ന് പുറത്താക്കുന്നതാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും വാട്സപ്പ് ഗ്രൂപ്പിൽ, ആൻസർ ഷീറ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടരുത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഏത് നമ്പറിലാണോ അയക്കേണ്ടത് ആ നമ്പറിലേക്ക് തന്നെ ആൻസർ ഷീറ്റ് അയക്കണം. ഇത് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ആണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇടുക. ഓക്കെ, എല്ലാവർക്കും മംഗളം സംഭവിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്നത്തെ ക്ലാസ് എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് കുട്ടികൾ അയച്ചു ഗുഡ് ക്ലാസ്. ഇത് ഗുഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ്, നിങ്ങളുടെ അപ്രീസിയേഷന് വേണ്ടിയല്ലേ ഈ ക്ലാസ് നടക്കുന്നത്. പക്ഷെ താങ്ക് യു. ഐ എം വെരി ഹാപ്പി ദാറ്റ് യു ഓൾ ആർ ഹാപ്പി വിത്ത് ദ ക്ലാസ്. പക്ഷേ ഇത് എനിക്കെപ്പോഴാണ് ഇതിൻ്റെ സന്തോഷമാവുന്നത്? കാരണം ഗുരു എന്തെങ്കിലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഗുരു ദക്ഷിണ തരണം, അല്ലേ? നിങ്ങൾ എന്താണ് ഗുരുദക്ഷിണ തരുന്നത്? ഈ 50 രൂപയാണോ ഗുരുദക്ഷിണ? അതൊന്നുമല്ല ഗുരുദക്ഷിണ. അതൊക്കെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീ ആണ്, പ്രോസസ്സിങ്ങിനും അതിനുമൊക്കെ. ഗുരുദക്ഷിണ എന്ന് പറയുന്നത് ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ കുറേ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം കുറച്ചായിട്ട്. അതായത് എല്ലാ ദിവസവും അമ്മയുടെ കാല് തൊട്ട് തൊഴുക, അച്ഛൻ്റെ കാല് തൊട്ട് തൊഴുക. അതിനുശേഷം ടീച്ചർമാരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എളിമത്വം വേണം. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ചില കുട്ടികൾ ഇപ്പം ചോദിക്കുന്നു ഏതാണ് നമ്പർ? അതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അനുസരിച്ച് അതിന് വാട്സപ്പ് നമ്പർ കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി PA കുറിച്ച് നമ്മൾ പഠിച്ചു. അതൊക്കെ ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം. ഹരേ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് ജി കി ജയ്. ഹരേ കൃഷ്ണ.